Good afternoon. Our last topic is operational control. Operational control provides post-action evaluation and control over short period. They involve systematic evaluation of performance against predetermined objectives. ഓപ്പറേഷണൽ കൺട്രോൾ പ്രൊവൈഡ്സ് പോസ്റ്റ് ആക്ഷൻ ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി കൺട്രോളിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മൈൽ സ്റ്റോൺസും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് തേഴ്സ്റ്റും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷണൽ കൺട്രോൾ എന്താ പറയുന്നത്? പോസ്റ്റ് ആക്ഷൻ ഇവാലുവേഷൻ ആണ്. പോസ്റ്റ്മോർട്ടമാണ്. എന്തിൻ്റാണ്? ആക്ഷൻ എന്താണ് നമ്മുടെ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷണൽ കൺട്രോളിൽ. ഓപ്പറേഷണൽ കൺട്രോൾ പ്രൊവൈഡ്സ് പോസ്റ്റ് ആക്ഷൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഷോർട്ട് പീരിയഡ്. ദേ ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് എഗൻസ്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഇവാലുവേഷൻ നടത്തുകയാണ് ഓപ്പറേഷണൽ കൺട്രോളിൽ. ഇനി ഓപ്പറേഷണൽ കൺട്രോൾ എയിംസ് അറ്റ് allocation and use of organizational resources through evaluation of performance of organizational units such as divisions or SBUs to assess their contribution to the achievement of organizational objectives. Operational control aims at allocation and use of organizational resources. Organizational control is to allocate and use the organizational resources through evaluation of performance of organizational units such as divisions or SBUs to assess their contribution to the achievement of organizational objectives. ഇപ്പോൾ ഓപ്പറേഷണൽ കൺട്രോൾ എയിം ചെയ്യുന്ന എന്താണ്? അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. അപ്പോൾ എങ്ങനെയാണ് ഈ അലോക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സ് നടത്തുന്നത്? എങ്ങനെയാണ്? ത്രൂ ദ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് സച്ച് ആസ് ഡിവിഷൻസ് ഓർ SBUs. അപ്പോൾ ഓരോ ഓർഗനൈസേഷണൽ യൂണിറ്റിൻ്റെയും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ നടത്തുക, ആ ഓർഗനൈസേഷണൽ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷണൽ കൺട്രോൾ നടത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഓരോ ഡിവിഷനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു SBO സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകളോ ഒക്കെ ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും SBUസിനൊക്കെ വേണ്ടിയിട്ട് റിസോഴ്സ് അലോക്കേഷൻ നടത്തുകയും ഒക്കെയാണ് ഓപ്പറേഷണൽ കൺട്രോളിലൂടെ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോസസ് ഓഫ് ഓപ്പറേഷണൽ കൺട്രോൾ ആണ്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ. ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ ആണ് ഫസ്റ്റ് വൺ. പ്രോസസ് ഓഫ് ഓപ്പറേഷണൽ കൺട്രോളിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ. One of the key area to be monitored is the macro environment of the company. നമ്മൾ പറഞ്ഞു പ്രിമൈസ് കൺട്രോളിൽ മാക്രോ എൻവയോൺമെൻറ്റിനെ നമ്മൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഇൻഡസ്ട്രി ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ ഏതാണെന്ന് നമ്മൾ കീ ഏരിയ മീൻസ് ഇമ്പോർട്ടൻ്റ് ഏരിയ. വൺ ഓഫ് ദ കീ ഏരിയ ടു ബി മോണിറ്റേർഡ് ഈസ് ദ മാക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ മാക്രോ എൻവയോൺമെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? എക്കണോമിക് എൻവയോൺമെൻറ്റും റെഗുലേറ്ററി എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റും ഒക്കെ വരുന്നതാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൺ ഓഫ് ദ കീ ഏരിയ ഈസ് ടു ബി മോണിറ്റേർഡ് ഈസ് ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ദ കമ്പനി. ദ ഏരിയ ഷുഡ് ബി ഫോക്കസ്ഡ് ഫസ്റ്റ് ആൻഡ് നോർമലി individual companies cannot influence the environment significantly, but the external environment forces must be continuously monitored as the changes in the environment influence the strategic implementation process of the company. എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ കമ്പനീസ് cannot influence the environment significantly. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ബിസിനസ് ഓർഗനൈസേഷന് എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടോയ്ലറ്റ് സോപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം.
അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് സോപ്പ് അതിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ ഇൻഡസ്ട്രിക്ക് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതാണ് പറയുന്നത്, ഇൻഡിവിജ്വൽ കമ്പനീസ് കനോട്ട് ഇൻഫ്ലുവൻസ് ദ എൻവയോൺമെൻറ്റ് സിഗ്നിഫിക്കൻ്റ്ലി, ബട്ട് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി മോണിറ്റേർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആസ് ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ദ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ് ഓഫ് ദ കമ്പനി. അപ്പോൾ ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? ദ സ്ട്രാറ്റജിസ്റ്റ് ഹാസ് ടു ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് കണ്ടിന്യൂസ്ലി ഇൻ വ്യൂ ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ മൈക്രോ എൻവയോൺമെൻറ്റ്. The strategist has to evaluate the internal operations continuously in view of the changes in the micro environment. എന്താ മനസ്സിലാകുന്നത്? എന്താണ്? മൈക്രോ എൻവയോൺമെൻറ്റിലെ ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻറ്റേർണൽ ഓപ്പറേഷൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ്റ്റേണൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എൻവയോൺമെൻറ്റ് ഫിറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ എൻവയോൺമെൻറ്റിലെ ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് അതിന് സ്യൂട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഓപ്പറേഷണൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കീ ഏരിയ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഏരിയ മൈക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഈ ഫാക്ടേഴ്സിൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. That is, evaluating an organizational performance is normally based on certain standards. These standards may be the previous year's achievements of the competitors or the fresh standards established by the management. അപ്പം എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്താ പറഞ്ഞത്? ഇവാലുവേറ്റിംഗ് ആൻഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഈസ് നോർമലി ബേസ്ഡ് ഓൺ സർട്ടൺ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ പറയുന്നത്. ദീസ് സ്റ്റാൻഡേർഡ്സ് മേ ബി ദ പ്രീവിയസ് ഇയർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം? പ്രീവിയസ് ഇയേഴ്സ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ അച്ചീവ്മെൻ്റ് ആവാം. അതല്ലെങ്കിൽ ഓർ ദ ഫ്രഷ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. പുതിയ സ്റ്റാൻഡേർഡ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. Qualitative judgments like features of the product or service in the last year may be used. Qualitative ആണ്, quantitative അല്ല, qualitative. Qualitative judgments like the features of the product or service in the last year may be used. എന്താണ്? ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ട്? സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ദ ലാസ്റ്റ് ഇയർ മേ ബി യൂസ്ഡ്. അത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ലൈക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ സെയിൽസ് മേ ബി യൂസ്ഡ് ഫോർ ജഡ്ജിങ് ദ പെർഫോമൻസ്. അത് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റ്സോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സോ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ സെയിൽസ്. അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ, മെഷറിംഗ് പെർഫോമൻസ്. പെർഫോമൻസ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ദ പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ, കോസ്റ്റ് റിഡക്ഷൻ വിൽ ഹാവ് ടു ബി യൂസ്ഡ് ടു മെഷർ കോർപ്പറേറ്റ് പെർഫോമൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. പെർഫോമൻസ് മെഷർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ, കോസ്റ്റ് റിഡക്ഷൻ വിൽ ഹാവ് ടു ബി യൂസ്ഡ് ടു മെഷർ കോർപ്പറേറ്റ് പെർഫോമൻസ്. കോർപ്പറേറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാം, മാർക്കറ്റ് ഷെയർ ചെക്ക് ചെയ്യാം, കോസ്റ്റ് റിഡക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം,
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഈസി ടു അസസ് ദ പെർഫോമൻസ് അറ്റ് ദ ഫാക്ടറി ലെവൽ ബട്ട് ഡിഫിക്കൾട്ട് ടു ഇവാലുവേറ്റ് അറ്റ് ദ മാനേജീരിയൽ ലെവൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈസി ടു അസസ് ദ പെർഫോമൻസ് അറ്റ് ദ ഫാക്ടറി ലെവൽ. ഫാക്ടറി ലെവൽ അസസ് ചെയ്യാൻ ഈസിയാണ്. കാരണം എന്താണ്? 10 യൂണിറ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് എത്ര യൂണിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് അല്ലേ. ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇവാലുവേറ്റ് അറ്റ് ദ മാനേജീരിയൽ ലെവൽ. അപ്പോൾ മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്ന ഇത്തരത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇവാലുവേഷൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് ക്യാൻ ബി റീസണബിളി ഇവാലുവേറ്റഡ് ബട്ട് ഗ്രൂപ്പ് പെർഫോമൻസ് മേ ബി ഡിഫിക്കൾട്ട് ടു ഇവാലുവേറ്റ്. അപ്പോൾ അതിനുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് ക്യാൻ ബി റീസണബിളി ഇവാലുവേറ്റഡ് ബട്ട് ഗ്രൂപ്പ് പെർഫോമൻസ് മേ ബി ഡിഫിക്കൾട്ട് ടു ഇവാലുവേറ്റ്. ഇനി നെക്സ്റ്റ് 4th വണ്ണാണ് കമ്പയർ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പം പെർഫോമൻസിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? കമ്പയർ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. വൺസ് ദ പെർഫോമൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് മെഷേർഡ് ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് കമ്പയർ ചെയ്യണം എന്നാൽ മാത്രമാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഏതാണ്? ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. Standards are set to achieve the already formulated organizational goals and strategy. The strategist should set standards for all performance area of the organization based on the organizational goals and strategies. അപ്പോൾ സ്ട്രാറ്റജീസ് സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ആൻഡ് 5th സ്റ്റേജ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസ്. പെർഫോമൻസ് ഗ്യാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പെർഫോമൻസ് ഗ്യാപ്പ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പെർഫോമൻസ് ഗ്യാപ്പ് നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചു. 4ാമത്തെ സ്റ്റെപ്പിൽ കമ്പയർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു, പെർഫോമൻസ് ഗ്യാപ്പ് കണ്ടുപിടിച്ചു. ഇനി അതിനെ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. പെർഫോമൻസ് ഗ്യാപ്പ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ ഗിവൺ ഓർഗനൈസേഷണൽ യൂണിറ്റ് ആൻഡ് ദ പ്ലാൻഡ് പെർഫോമൻസ് ഓഫ് ദാറ്റ് യൂണിറ്റ്. ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. If there is any performance gap, it is necessary to identify the reasons for the gap to determine the appropriate corrective measures. അപ്പം കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്, ആ ഡീവിയേഷൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കറക്റ്റീവ് മെഷേഴ്സ്. സ്ട്രാറ്റജിസ്റ്റ് ഷുഡ് ടേക്ക് നെസസറി കറക്റ്റീവ് ആക്ഷൻ ഇഫ് പെർഫോമൻസ് ഈസ് നോട്ട് ഇൻ ഹാർമണി വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. പെർഫോമൻസും സ്റ്റാൻഡേർഡും സെയിം അല്ല എങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രാറ്റജിസ്റ്റ് കമ്പയർ ദ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ഇഫ് ദേ find any deviation between the standards and performance, they should take corrective action to bridge the gap between the standards and performance. Corrective action may be defined as change in a company's operations to ensure that it can more effectively and efficiently reach its goals and perform up to its established standards. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ സെയിം അല്ല എങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. എന്താണ് കറക്റ്റീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്? ചേഞ്ച് ഇൻ എ കമ്പനീസ് ഓപ്പറേഷൻസ് ടു എൻഷുർ ദാറ്റ് it can be more effectively and efficiently reach its goals and perform up to its established standards. Okay, എന്താണെന്നുള്ളത് കറക്റ്റീവ് ആക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ എ കമ്പനീസ് ഓപ്പറേഷൻസ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ദാറ്റ് ഇറ്റ് ക്യാൻ മോർ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി റീച്ച് ഇറ്റ്സ് ഗോൾസ്. എന്താണ്? കൂടുതൽ എഫക്റ്റീവായിട്ടും കൂടുതൽ എഫിഷ്യൻ്റായിട്ടും ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെ, എന്തിൽ ചേഞ്ചസ് കൊണ്ടുവരണം? കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൻഡ് പെർഫോം അപ് ടു ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്. ഈ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചേഞ്ചസ് വേണം. ആ ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുന്നത്? കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ കൺട്രോളിൽ വരുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞത്? ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഒരു കൺട്രോൾ പ്രോസസ്സ് തന്നെയാണിത് അല്ലേ? ഡിറ്റർമിനേഷൻ ഓഫ് കീ ഏരിയ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവാണ് കൺട്രോൾ പ്രോസസ്സിൻ്റെ ആദ്യത്തേത്. അതിനുശേഷം എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷറിംഗ് ദ പെർഫോമൻസ്. അതിനുശേഷം കമ്പയർ ദ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, ആൻഡ് ദെൻ പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസ്, ആൻഡ് ലാസ്റ്റ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.